ടെക്സ്റ്റുള്ള കുറച്ച് പ്രോഗ്രാം എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. സോ ഇതിനകത്ത് ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ഒരു നമ്പറിന്റെ ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. സോ ഇത് നമ്മൾ ബ്രാഞ്ചിങ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇൻപുട്ട് ഓഫ് എൻ്റർ നമ്പർ എൻ്റർ ചെയ്തു, അത് നമ്പറിലേക്ക് അസൈൻ ചെയ്യുന്നുണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ ABS എന്നൊരു വേരിയബിളിലേക്ക് നമ്പർ അസൈൻ ചെയ്യുന്നു. സോ ഗ്രേറ്റർ വെച്ചാൽ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ജസ്റ്റ് അതേപോലെ അബ്സല്യൂട്ട് വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്യും. ഇൻ കേസ് അല്ല എന്നുണ്ടെങ്കിൽ ABC ഈക്വൽ ടു -9. സപ്പോസ് -5 ആണെങ്കിൽ -5 അപ്പോൾ എന്താവും +5 ആവും. സോ ഇതാണ് അതിൻ്റെ ആ പ്രോഗ്രാം. സോ ഇത് ഞാൻ ഓൺലൈൻ GDBയിൽ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാന്ന്. സോ ഇതിനകത്ത് കഴിഞ്ഞിട്ടൊരു ഇൻഡന്റിങ് ഉണ്ട്, പക്ഷേ ഇൻഡന്റിങ് ഇട്ടിട്ടില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഇൻഡന്റ് ഇതുമാണ് ഞാൻ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇൻഡന്റ് മിസ്സായതാണ്. അഗെയിൻ ഇവിടെ ഇൻഡന്റ് യൂസ് ചെയ്തു. ഓക്കെ, ദെൻ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ വന്ന് കോപ്പി ചെയ്തു, റൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. റൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഞാൻ 23 എന്ന് എൻ്റർ ചെയ്തു. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 23 is 23. Absolute value of 23 is 23. നെക്സ്റ്റ് അഗെയിൻ ഞാൻ വേറൊരു നമ്പർ കൊടുക്കുന്നു. സോ ഞാൻ കൊടുക്കുന്ന വാല്യൂ -50 എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, സോ -50 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ആക്ച്വലി ലെസ് ദാൻ 0 ആണ് അല്ലേ. സോ ലെസ് ദാൻ 0 ആകുമ്പോഴത്തേക്ക് അബ്സല്യൂട്ട് ഈക്വൽ ടു മൈനസ് നമ്പർ. സോ മൈനസ് രണ്ട് ടൈംസ് മൈനസ് വരുന്നുണ്ട്. എന്ത് സംഭവിക്കും? മൈനസ് ഓഫ് മൈനസ് എന്ന് വെച്ചാൽ പ്ലസ് ആവും. സോ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും സംഭവിക്കും. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -50 is 50. ഇതാണ് ഒരു നമ്മുടെ അബ്സല്യൂട്ട് വാല്യൂ, ഒരു നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. ഓഡ് ഓർ ഈവൻ അത് ചെയ്തിട്ടുള്ളതാണ്, അത് കുഴപ്പമില്ല. നെക്സ്റ്റ് ഒരു നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് എന്ന് പറയാം, ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാം. ദെൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്പർ മീൻസ് പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല എന്ന് നമുക്ക് 0 എന്ന് കൊടുത്താലും അത് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, നെഗറ്റീവ് എന്ന് പറയുന്ന ആ ഒരു കേസാണ്. നെക്സ്റ്റ് ഡിറ്റർമിൻ ദ റേറ്റ് ഓഫ് എൻട്രി ടിക്കറ്റ് ഇൻ എ ട്രേഡ് ഫെയർ ബേസ്ഡ് ഓൺ ഏജ് as follows. So less than 10 ആണെങ്കിൽ 7 കൊടുക്കണം. Greater than or equal to 10 ലെസ് ദാൻ 60 ആണെങ്കിൽ 10 rupees കൊടുക്കുക. ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണെങ്കിൽ 5. നമ്മളിത് ഓൾറെഡി എക്സാമിന് ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ആ ഹോട്ട് വാട്ടർ അതിൻ്റെ ആ ഒരു പ്രോബ്ലം നോക്കി ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ ആദ്യം ഏജ് എൻട്രി ചെയ്യുന്നു. ഏജ് എൻട്രി ചെയ്തതിന് ശേഷം ലെസ് ദാൻ 10 ആണെങ്കിൽ എന്ത് ചെയ്യും? ഫെയർ ഈക്വൽ ടു 7. ആൻഡ് ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10 ആൻഡ് കണ്ടീഷൻ എങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്, ആൻഡ് ലെസ് ദാൻ 60 കോളൻ എന്താണ് ഫെയറിന്റെ വാല്യൂ ഫെയർ ഈക്വൽ ടു 10. നെക്സ്റ്റ് എൽസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 ആണെങ്കിൽ ഫെയർ ഈക്വൽ ടു 5. നെക്സ്റ്റ് പ്രിന്റ് അത് ആ ഫെയർ പ്രിന്റ് ചെയ്യും. ദെൻ രണ്ട് നമ്പറിന്റെ മാക്സിമം കണ്ടുപിടിക്കുക. സോ ഇതൊക്കെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. നമ്മൾ ഓൾറെഡി സ്മോളസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കണ്ടു. സോ സ്മോളസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കാണും. ദെൻ ലീപ്പിന്റെ പ്രോഗ്രാം ലീപ്പ് ഇയർ ആണോ എന്ന് നോക്കുന്നത്. നമ്മൾ യൂഷ്വലി 4 മാത്രമാണ് നോക്കുന്നത്. പക്ഷേ അതിന്റെ കണ്ടീഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 4 ആയിരിക്കണം, ബട്ട് 100 ആവരുത്, 100 വെച്ച് ഡിവിസിബിൾ ആവരുത്. അത് ഫസ്റ്റ് കണ്ടീഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ഇയർ ഡിവിസിബിൾ ബൈ 100 ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 400. അങ്ങനെയാണെങ്കിലാണ് ഇത് നമുക്ക് ലീപ്പ് ഇയർ ആവുന്നത്. അത് ഫസ്റ്റ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 4
ഡിവിസിബിൾ വിത്ത് 100ഉം നോട്ട് ഡിവിസിബിൾ വിത്ത് 100ഉം ആണ്. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇയർ എന്താണ് ലീപ് ഇയർ ആണ്. അപ്പം നെക്സ്റ്റ് 4 വെച്ച് ഡിവിസിബിൾ അല്ല, ബട്ട് 100 വെച്ച് ഡിവിസിബിൾ ആകുന്ന കേസിൽ 400 വെച്ചിട്ടും ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് ഇയർ എന്താണെന്ന് പറയാൻ പറ്റും, ലീപ് ഇയർ എന്ന് പറയാം. നെക്സ്റ്റ് ജസ്റ്റ് അല്ലെങ്കിൽ 400 വെച്ചിട്ട് ജസ്റ്റ് 400 വെച്ചിട്ട് ഡിവൈസ് ചെയ്താൽ പറ്റിയാലും അത് നമുക്ക് ലീപ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു പ്രോഗ്രാം എങ്ങനെ എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയറിനെ ഗെറ്റ് ചെയ്തു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ് ഇഫിൻ്റെ കണ്ടീഷനിലാണ്, വൈലിൻ്റെ കേസിലാണെങ്കിലും മോർ ദാൻ 1 കണ്ടീഷൻസ് കൊടുക്കുകയാണെങ്കിൽ പാരാന്തസിസ് ഓർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യാം. സോ ഇയർ പെർസെൻറ്റേജ് ഫോർ ഡബിൾ ഈക്വൽ ടു 0യും പെർസെൻറ്റേജ് 100 നോട്ട് ഈക്വൽ ടു 0യും ആണെങ്കിൽ എന്താണ്, അത് ലീപ് ഇയർ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ ഡിവിസിബിൾ ബൈ 400 ആണെങ്കിലും അത് ലീപ് ഇയർ ആണ്, അതർവൈസ് അത് നോൺ ലീപ്. നെക്സ്റ്റ് ക്വാഡ്രാറ്റിഫിക്കേഷൻ. നെക്സ്റ്റ് എന്താണ്, ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സ് അതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം, ആവറേജ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം, ലിസ്റ്റ് ഓഫ് n നമ്പേഴ്സ് വെച്ചാൽ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് n നമ്പേഴ്സിനെ ഗെറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. അതിൻ്റെ ഫ്ലോ ചാർട്ടൊക്കെ നമുക്ക് എക്സാമിന് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ പ്രോഗ്രാം. നെക്സ്റ്റ് ഫൈൻഡ് ദ സം ഓഫ് all multiples of 3 in a list of n numbers entered by the user. So ഇതൊക്കെ എക്സാമ്പിൾ പ്രോബ്ലംസ് ആയിട്ട് എടുക്കാൻ പറ്റും. ദെൻ അതൊക്കെ നിങ്ങൾ നോക്കുക, ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. നെക്സ്റ്റ് എന്താണ്, ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എൻറ്റർഡ് ബൈ ദ യൂസർ. ഇത് ആക്ച്വലി ഇത് നമ്മൾ പറഞ്ഞതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇഫിൻ്റെയും ഫോറിൻ്റെയും കണ്ടീഷൻസ്. ഇനി നെക്സ്റ്റ് അപ്പം നമുക്കതെല്ലാം കൗണ്ടിങ് വെച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മാത്രം നോക്കിയാൽ മതി. കൗണ്ട് ലിമിറ്റിൽ റീച്ച് ആവുന്ന നോക്കിയാൽ മതി. ഈ ഒരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ ടു ഫൈൻഡ് ദ സം ഓഫ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എൻറ്റർഡ് ബൈ ദ യൂസർ വിൽ സ്റ്റോപ്പ് ദ ഇൻപുട്ട് ബൈ ഗീവിങ് ദ വാല്യൂ 999. സോ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്പേഴ്സ് എൻ്റർ ചെയ്യാം, പക്ഷേ 999 കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് വരണം. ഇതാണ് കണ്ടീഷൻ. സോ നമ്മുടെ കണ്ടീഷൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിൽ വരെ ചെയ്യണം, 999 കൊടുക്കുന്നത് വരെ. അപ്പം അതിൻ്റെ കണ്ടീഷൻ എന്താ, നോട്ട് ഈക്വൽ ടു 999 ആണെങ്കിൽ ആ ലൂപ്പിലേക്ക് കയറൂ, ഇല്ലെങ്കിൽ ചെയ്യേണ്ട. സോ സം ഈക്വൽ ടു 0 കൊടുത്തു, സം ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ ദ നമ്പർ കൊടുത്തു. ദെൻ കണ്ടീഷൻ വൈൽ നം നോട്ട് ഈക്വൽ ടു 999 കോളൻ സം പ്ലസ് ഈക്വൽ ടു നം. നെക്സ്റ്റ് നമ്പർ ഗെറ്റ് ചെയ്തു. അഗെയിൻ ഇതിങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ 999 കിട്ടുന്നോ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് വരും. ഇതാണ് പ്രോബ്ലം ഉള്ള ലൈറ്റ്. അതാണ് ആ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. ദെൻ largest and smallest in a list of n numbers entered by the user. So രണ്ടും largest and smallest ആദ്യം ഇനിഷ്യലൈസ് ചെയ്ത് ചെയ്യാൻ നമുക്ക്. ഫാക്ടറുകൾ നമ്മൾ ഓൾറെഡി ചെയ്തു. പ്രൈം നോക്കി. നെക്സ്റ്റ് പെർഫെക്റ്റ് നമ്പർ പെർഫെക്റ്റ് ആണോ ചെക്ക് ചെയ്യുന്നത്. പെർഫെക്റ്റ് നമ്പറും നോട്ട് പെർഫെക്റ്റ് നമ്പറിന് റിവേഴ്സ് ചെയ്യുന്നത്. ഇത് അഗെയിൻ വയലിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ നമ്പർ ഗെറ്റ് ചെയ്തു, എന്നിൻ്റെ വാല്യൂ നമ്മാക്കി കൊടുത്തു, റിവേഴ്സ് ഈക്വൽ ടു 0 കൊടുത്തു. നമ്മിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം, ഡി ഈക്വൽ ടു നം പെർസെൻറ്റേജ് 10. സോ നം പെർസെൻറ്റേജ് 10 ആകുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്പറിൻ്റെ വൺസിൻ്റെ പ്ലേസിലെ നമ്പർ ഡിയിലേക്ക് അസൈൻ ചെയ്യും. അതിന് ശേഷം നെക്സ്റ്റ് എന്താ, റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് സ്റ്റാർ 10 പ്ലസ് ഡി. ഓക്കെ, സോ ഫസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പവർ 0 ആണ്. സോ റിവേഴ്സ് സ്റ്റാർ 10 ആകുമ്പോഴത്തേക്ക് 0 തന്നെയാണ്, പ്ലസ് ഡി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് മീൻസ് വൺസിൻ്റെ ഡിവിഷൻ്റെ നമ്പർ. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നം ഈക്വൽ ടു നം ഇൻഡിജർ ഡിവിഷൻ 10 ആണ്. സോ ബാക്കിയുള്ള 1 2 3 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 ഗ്രേറ്റർ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് 1 2 3 ഗ്രേറ്റർ ദാൻ 0 ആണ്. നെക്സ്റ്റ് ഡി ഈക്വൽ ടു നം പെർസെൻറ്റേജ് 10. അപ്പോഴത്തേക്ക് എന്ത് കിട്ടും, 1 2 3 123 3 ആണ് ഡിയിലേക്ക് വരുന്ന വാല്യൂ. ദെൻ റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് സ്റ്റാർ 10 എന്ന് വെച്ചാൽ ഓൾറെഡി 0 ഇൻറ്റു 10 0 പ്ലസ് ഡി.
Next is the num equal to num integer division tree. So 123 divided by 10 ആകുമ്പോഴത്തേക്ക് എന്താ 12 കിട്ടും. Again എന്ത് ചെയ്യും 12 greater than 0 ആണെന്ന് നോക്കും ആണ്. അപ്പോൾ എന്ത് ചെയ്യും നം പെർസെൻറ്റേജ് 10 കാണും. സോ 12 ആണ്. 12നെ പെർസെൻറ്റേജ് ചെയ്യുമ്പോഴത്തേക്ക് 10 വെച്ച് പെർസെൻറ്റേജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ഡിയിലേക്ക് 2 കിട്ടും. സോ ഇതിൽ റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് ഓൾറെഡി റിവേഴ്സിൻ്റെ വാല്യൂ എന്താണ് റിവേഴ്സിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഉണ്ട്. 3 ഇൻറ്റു 10 30 ആവും, പ്ലസ് 2 32 ആവും. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇനി ലാസ്റ്റ് 1ൻ്റെ കൂടെ കണ്ടുപിടിച്ചാൽ മതി. സോ നം ഈക്വൽ ടു നം ഇൻറ്റീജർ ഡിവിഷൻ ഓഫ് 10. സോ 12/10 ചെയ്യുമ്പോഴത്തേക്ക് നമ്മിലേക്ക് 1 അസൈൻ ചെയ്യും. 1 ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് 1% 10 ഡിയിലേക്ക് വരുന്ന വാല്യൂ 1. ഇവിടെ വരുന്നത് 32 ഓൾറെഡി ഉണ്ടായിരുന്നു. 32 ഇൻറ്റു 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 320 പ്ലസ് ഇതിനകത്ത് ഡി 1 ആയിരിക്കും. ആ 1 കൂടെ ആഡ് ചെയ്തു റിവേഴ്സിലേക്ക് കൊടുക്കുന്നു. നെക്സ്റ്റ് നം ഈക്വൽ ടു നം ഇൻറ്റിജർ ഡിവിഷൻ ഓഫ് 10. 1 ഇൻറ്റിജർ ഡിവിഷൻ ഓഫ് 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. സോ ഇവിടെ 0 എൻകൗണ്ടർ ചെയ്തു. 0 എൻകൗണ്ടർ ചെയ്തപ്പോഴത്തേക്ക് ഇതിന് എക്സിറ്റ് ചെയ്തു. ഇതാണ് ഒരു നമ്പറിനെ റിവേഴ്സ് ചെയ്യാനുള്ളത്. നമുക്ക് ഇനി ഇതിനകത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്പർ പാലിൻഡ്രോം ആണോ ചെക്ക് ചെയ്യാൻ പറ്റും. സോ വേറൊരു ഇൻപുട്ട് ചെയ്ത നമ്പർ വേറൊരു വേരിയബിൾ കൂടെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എണ്ണിൽ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്നും റിവേഴ്സും സെയിം ആണോ ചെക്ക് ചെയ്യാം. സെയിം ആണെങ്കിൽ നമുക്കിത് പാലിൻഡ്രോം ആണ്. സ്ട്രിംഗ് പാലിൻഡ്രോം നമുക്ക് പിന്നെ നോക്കാം. സ്ട്രിംഗ് നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. സോ സ്ട്രിംഗ് പാലിൻഡ്രോം തൽക്കാലത്തേക്ക് നിങ്ങൾ ഇൻറ്റിജർ പാലിൻഡ്രോം ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ഒരു നമ്പർ ആംസ്ട്രോങ് നമ്പർ ആണോ എന്ന് നോക്കുകയാണ്. സോ ആംസ്ട്രോങ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ആംസ്ട്രോങ് നമ്പർ ഇസ് വൺ whose value is equal to the sum of the cubes of its digits. So 153 is an Armstrong number, is the smallest Armstrong number. So 1 cube plus 5 cube plus 3 cube ആണ് 153. Okay. So ഇതാണ് അതിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫോർമുല വരുന്നത്. എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ട്, ആ നമ്പർ ഓഫ് ഡിജിറ്റ്സിൻ്റെ ഇൻഡിവിജ്വൽ ഡിജിറ്റ്സിൻ്റെ ക്യൂബ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനെ ആംസ്ട്രോങ് നമ്പർ എന്ന് പറയാം. ആംസ്ട്രോങ് നമ്പർ ചെയ്യാനുള്ള ഫോർമുല തന്നിട്ടുണ്ട്. മീൻസ് ഫോർമുല പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഫിബൊനാച്ചി സീരീസിൻ്റെ പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫിബൊനാച്ചി സീരീസ് ഉണ്ട്, ഫിബൊനാച്ചി ഒരു യൂസർ ലിമിറ്റ് കൊടുത്തിട്ട് ചെയ്യാനുള്ളതുണ്ട്. നെക്സ്റ്റ് ഒരു പ്രൈം സീരീസ്, ആംസ്ട്രോങ് സീരീസ് ഒക്കെ നമുക്ക് പിന്നെ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇക്വേഷൻ്റെ വാല്യൂറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് x² എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. അതുണ്ട്. നമുക്ക് മാത്ത് ഇമ്പോർട്ട് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഇതിനെല്ലാം പ്രോഗ്രാം കിടപ്പുണ്ട്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രോഗ്രാം ട്രൈ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ലാബിൽ വരുമ്പോഴത്തേക്ക് ഇത്രയും പ്രോഗ്രാംസ് ആണ് ചെയ്യേണ്ടത്.